അവരെന്നെ കണ്ട ശരിയാവില്ല. എടീ, നിന്റെ വീട്ടിൽ പോയി അവൻ പെണ്ണ ആലോചിച്ചെങ്കിലേ സംഗതി സീരിയസ് ആവും. ഉറപ്പല്ലേ? നവീനേട്ടനെ പോലൊരു പയ്യൻ എന്നെ ആലോചിച്ച് വരുന്നേ എന്റെ അച്ഛനും അമ്മയും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാ. എന്ന് മാത്രമല്ല, തന്റെ ഏടികളായ പെൺകുട്ടികളെ നവീനേട്ടന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു ആലോചന അവര് പ്രതീക്ഷിക്കേയില്ലല്ലോ. അല്ല, ഇനി ആലോചിച്ച് കാണുമോ? അല്ലെങ്കിൽ പിന്നെ അമ്മയും അച്ഛനും മാറിയും തിരിഞ്ഞു ഇങ്ങനെ വിളിക്കില്ലല്ലോ. അവനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചങ്ങ് നടക്കുക. എന്റെ നിശ്ചയം നടന്നിരുന്നെങ്കിലേ അവൻ ഇത്ര പെട്ടെന്ന് നിന്റെ ആലോചനയായിട്ട് മുന്നോട്ട് പോവില്ലായിരുന്നു. അവന്റെ ഉള്ളിലെ ഇഷ്ടം നിന്നോട് പറയില്ലായിരുന്നു. ചില ആൾക്കാരോട് നമുക്ക് എടുത്തടിച്ചതുപോലെ മറുപടി പറയാൻ പറ്റില്ലല്ലോ അനി. പ്രത്യേകിച്ച് എനിക്ക് നിനക്കൊക്കെ ഒരുപാട് കടപ്പാടുണ്ട് നവീനേട്ടനോട്. അന്ന് നവീനേട്ടൻ കോടതിയിൽ തകർത്ത് അടിയില്ലായിരുന്നെങ്കിലേ നീയും നിന്റെ വീട്ടുകാരും ഒന്നും രക്ഷപ്പെടില്ലായിരുന്നു. ചിലപ്പോ നിന്റെ മുത്തശ്ശന് പോലും ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. എടീ, ആ ഒരു നന്ദിയൊക്കെ എനിക്ക് അവനോടുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഒരു പെണ്ണിനെ സ്നേഹിച്ചതാ കുഴപ്പമായത്. എന്നിട്ട് ആ പ്രണയം പറയണമെന്ന് നവീനേട്ടൻ പറഞ്ഞതാരോടാ? നിന്നോടും. ആ, ഇപ്പോഴല്ലേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. ഞാൻ നവീനേട്ടനെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോഴേ നിന്റെ മുഖത്തെ മാറ്റം ഇതുകൊണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. സത്യം പറയാല്ല, നിങ്ങൾ തമ്മിൽ കണ്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പായിരുന്നു. എടീ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബർത്ത്ഡേ കേക്ക് നീ മുറിച്ചപ്പോ കൃത്യമായിട്ട് അവനും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ നമ്മൾ തീരുമാനിച്ചപ്പോ അവിടെയും എനിക്ക് പകരം എത്തിയത് അവനാ. അതുകൊണ്ടിനി നിന്റെ ജീവിതത്തിലും എനിക്ക് പകരക്കാരനായിട്ട് അവൻ വരുമോന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോഴും ആ പേടി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞുപോയെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ കൂട്ടുകാരനും തമ്മിൽ ഉടക്കേണ്ടി വരും. അതാ എന്റെയും പേടി. അതിനേക്കാളും എന്റെ ആശങ്ക അത്രയും നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഓർത്തിട്ടാ. നവീൻ പോയി പെണ്ണ ആലോചിച്ചിട്ടുണ്ടെങ്കിലേ ഉറപ്പാ അവനെ പോലെ ഒരു പയ്യനെ നിന്റെ അച്ഛനമ്മ വിട്ടുകളയില്ല. ഓ, ഒരു തലവേദന ഒഴിഞ്ഞു പോകുമ്പോ അതിനേക്കാളും വലുത് വന്നോണ്ടിരിക്കുക. നമുക്ക് ഒരു വള്ളത്തിൽ കയറി ഒരു പോക്കങ്ങോട്ട് പോയാലോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ആ, അതിന് നിനക്ക് വള്ളമൊക്കെ തുഴയാൻ അറിയാവോ? നീന്താൻ അറിയാവോ? ആ, നീന്തല് കുറച്ചറിയാം. പക്ഷേ ഒഴുക്കിൽപ്പെട്ട് പോയാലേ ഞാൻ തന്നെ നിന്നെ രക്ഷിക്കേണ്ടി വരും.